പണത്തിൻ്റെയും പത്രാസിൻ്റെയും പദവിയുടെയും കൂച്ചുവലങ്ങൾ ബന്ധിക്കപ്പെടുവാൻ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കഴിയാനിടയാകരുത്. ഇവിടെ സൊസൈറ്റി അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ പണം വേണം, പദവിയും വേണം, എല്ലാം വേണം, എങ്കിൽ മാത്രമേ കൺവെൻഷനൊക്കെ വിജയിക്കത്തുള്ളൂ. പക്ഷേ അതിനപ്പുറമായ ഒരു കാഴ്ചപ്പാട് നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊള്ളണം. നിങ്ങളെ ഞാൻ സ്തുതിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കത് ഇഷ്ടവുമല്ല. സ്തുതിക്കേണ്ടവർ സ്തുതിച്ചോണം, അല്ലേലിയ പറയേണ്ടവർ അല്ലേലിയ പറയണം. ഇതെല്ലാം നമ്മുടെ അവകാശത്തിൽപ്പെടുന്നതാണ്. ആരുടെയും റെക്കമെൻഡ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച് നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ പറയണം. നമ്മുടെ ശൈലിയാണല്ലോ സന്തോഷമുള്ളവരല്ലോ എന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ സന്തോഷം ഇല്ലെങ്കിലും പറഞ്ഞല്ലേ വെക്കൂ, അല്ലേ? അടുത്തിരിക്കുന്നതെല്ലാം കൈ വെക്കുമ്പോൾ നമുക്ക് വെക്കാതിരിക്കാൻ വെക്കൂ. അതുകൊണ്ട് ഈ പരിപാടികളൊക്കെ നിർത്തിയിട്ട് കാണേണ്ടവനെ കണ്ടുകൊണ്ട് നമ്മളെ നമ്മളാക്കി തീർത്ത ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ മരുഭൂമി യാത്ര ഭക്തിയോടെ കഴിപ്പാൻ തക്കണിടയാകട്ടെ. നമ്മുടെ ആത്മീയ വില കുറയ്ക്കുന്നതും ആത്മീയ സ്റ്റാൻഡേർഡ് താഴോട്ട് പോകുന്നതായ ഒന്നിലും നമ്മൾ ഇടപെടരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നീ എൻ്റെ ദൈവം എന്ന് ജീവപര്യന്തം എന്നെ വഴി നടത്തും. ജീവപര്യന്തം എന്നെ വഴി നടത്തുമെന്ന് എന്നെ നടത്തും.